നമസ്കാരം. വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് 0.5% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. യുഎസ് മാർക്കറ്റിൽ പലതരത്തിലുള്ള ത്രെട്ടുകൾ വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ കൂടുന്നതൊക്കെ പുറമെ അവിടുത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ കൂടുതൽ ക്രൈസിസിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്കിൽ പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തത് പോസിറ്റീവിലാണ്. ചൈനയോടുള്ള ട്രംപിന്റെ സമീപനത്തിൽ ഭയപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അത്തരത്തിലുള്ള ഒരു ഇറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞു. ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ ടാക്സ് പൂർണ്ണമായിട്ട് അത് അങ്ങനെ സംഭവിക്കാൻ ഉള്ള സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നു. അതുകൊണ്ട് ആ മാർക്കറ്റ് എല്ലാം വെള്ളിയാഴ്ച നല്ല രീതിയിൽ അപ്പായിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച വീണ്ടും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ദീപാവലിയുടെ ഒരു പോസിറ്റീവ് മൂഡ് മാർക്കറ്റിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ്, വാഹന വിൽപ്പന ഉൾപ്പെടെയുള്ള റീറ്റെയിൽ സെയിൽസ് വളരെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പോസിറ്റീവായ വാർത്തകളുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ വരുന്ന റിസൾട്ടുകൾ ഇതുവരെ ഏകദേശം 250-300ഓളം കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് 94 കമ്പനികളോളം 10% മുകളിൽ പ്രോഫിറ്റും അതുപോലെ റവന്യൂ സെയിൽസും ഒക്കെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഏതാണ്ട് 38ഓളം കമ്പനികൾ 20% മുകളിൽ മുമ്പ് പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. വരുന്ന റിസൾട്ട് പ്രതീക്ഷിച്ചത്ര മോശമല്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയും മാർക്കറ്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ ഇന്ത്യ US ട്രേഡ് ഡീല് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ചൈനയുമായിട്ട് ഇനി ചൈനീസ് പ്രസിഡന്റുമായിട്ട് ട്രംപ് ചർച്ച നടത്തുന്നതും ഒക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ സെന്റിമെന്റ്സ് ഒരല്പം പോസിറ്റീവായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ട് റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇതുകൂടാതെ 12ഓളം മറ്റു ബാങ്കുകളുടെ റിസൾട്ട് വന്നു. ഇതിനോടുള്ള പ്രതികരണമായിരിക്കാം ആദ്യം ഇന്ത്യൻ മാർക്കറ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. റിലയൻസിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മികച്ച രീതിയിൽ വന്നിട്ടുണ്ട്. HDFCയും അതുപോലെ തന്നെ ICICI അതുപോലെ തന്നെ അവരുടെ അസറ്റ് ക്വാളിറ്റി ഒക്കെ വർദ്ധിച്ചതായിട്ടാണ് കാണിക്കുന്നത്. HDFCയുടെ പ്രോഫിറ്റ് 10%ഉം ഒക്കെ അപ്പായിട്ടുണ്ട്. അതുപോലെ NPA ബാങ്കുകളുടെയൊക്കെ NPA കുറയുന്നത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. റിസൾട്ടിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിനാണ് ഒരുപാട് റിസൾട്ട് ഉള്ളതുകൊണ്ട് റിസൾട്ടുകൾ വരുന്നതെല്ലാം എബോ ആവറേജ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ഈ ദീപാവലിയുടെയും GST കട്ട് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡേറ്റ ചൈനയുടെ GDP ഡേറ്റയാണ്. അത് പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് വന്നുള്ളൂ. ഇനി ചൈനയുടെ IIP ഡേറ്റ വരുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വേറെ റിസൾട്ടുകളൊന്നുമില്ല. ജിയോ ഫിനാൻഷ്യൽസിന്റെ റിസൾട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ കൊക്കക്കോള IPO ആയിട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അതുപോലെ ഇന്ത്യയുടെ എക്സ്പോർട്ട് US-ആയിട്ടുള്ള എക്സ്പോർട്ട് ഡിക്ലൈൻ ചെയ്തു. എന്നാൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള എക്സ്പോർട്ട് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പോസിറ്റീവ് വാർത്തകളാണ് വരുന്നത്. മാർക്കറ്റ് ഒരു പക്ഷേ 25,930 അല്ലെങ്കിൽ 26,000 ലെവല് ആ ഏരിയയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. 900 ലെവലുകൾ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് 24,650 ലെവലുകളാണ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.